ഹായ് നമസ്കാരം. നമുക്ക് ഇന്ന് ഇച്ചിരി ഉള്ളി ലേഹ്യം ഉണ്ടാക്കാം. കർക്കിടക മാസം ആയപ്പോഴേ ഇച്ചിരി മരുന്നുണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഉള്ളിയെല്ലാം വൃത്തിയാക്കി ഞാൻ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 100 ഗ്രാം ഉലുവ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുക. പിന്നെ അമുക്കുരം പൊടിച്ച് മിക്സിക്കകത്ത് പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നെയ്യ് വേണം, ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് വേണം. പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ? ആശാളി. അപ്പോൾ അതേ കുറച്ച് ആശാളി ഉണ്ട്. ഇത് ആശാളി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ? ആശാളി ഉണ്ട്. പിന്നെ ശർക്കരയും പോട്ടെ, ചക്കരയുണ്ട്. ചക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് കിറ്റുണ്ടല്ലോ. അങ്ങനെ ചക്കരയെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. 2 കിലോ ചക്കരയുണ്ട്, 100 ഗ്രാം ഉലുവയുണ്ട്. ഇത് എത്രയായിരുന്നു? എന്തോരം ഉണ്ട് ചേട്ടാ? എന്തോരം ഉണ്ട്? ഇതിൻ്റെ അളവൊന്നും പറയുന്നില്ല. ഏതായാലും ഈ കുപ്പി കാണിച്ചാൽ മതി. 200 ml നെയ്യുണ്ട്. പിന്നെ ഒരു 150, ഇതും 200 കാണും അല്ലേ? 200. എന്തോ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ. ചക്കരയുടെ കവറെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2 കിലോ ചക്കരയോളം ഉണ്ട്. അപ്പോൾ ഈ ചക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. അടുപ്പെല്ലാം കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് വലിയ ഓട്ടുരുളിയില്ല, പകരം നമ്മൾ ചെറിയൊരു ചീനച്ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്ന് ഉള്ളി 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ചക്കരപ്പാനി ഉള്ളിയിൽ കിടന്ന് തിളച്ച് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആശാളി ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. ഉലുവായിട്ട് വെന്ത് പകുതി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആശാളി ഇട്ട് കൊടുക്കാം. സാധാരണ ഉള്ളി വിരകുന്നത് ഓട്ടുരുളിയിലാണ്. നമുക്കതില്ലാത്തത് കൊണ്ട് സാധാ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ചെയ്യുന്നത്. ഇനി ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെന്ന് വരിയിൽ അടിച്ചു പിടിക്കും. ഇത് നല്ലതുപോലെ വെള്ളമെല്ലാം പറ്റി ശരിക്കും ഈ അലുവയൊക്കെ എടുക്കുന്നത് പോലെ നല്ലതുപോലെ വരണ്ട് വരണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനോടിപ്പുറം ഒക്കെ തീ കത്തിക്കണം. കണ്ണിൽ പുകയൊക്കെ കയറുന്നുണ്ട്. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അമുക്കുരം ഇട്ട് കൊടുക്കാം. അമുക്കുരം പൊടിച്ചെടുക്കാൻ വലിയ പാടാണ്. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി കല്ലേ വെച്ച് ചതച്ചിട്ടാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. അല്ലാതെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ പൊടിയത്തില്ല. പറ്റി വരുന്തോറും നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അടി കൂട്ടി ഇളക്കി കൊടുക്കണം. ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല വെട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ആ കരണ്ടും പോയി, വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഏകദേശം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കാം. തണുക്കുന്നതിന് മുന്നേ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ സെറ്റായി പോകും. കോരി മാറ്റാം. ഉള്ളി ലേഹ്യം തയ്യാറായിട്ടുണ്ട്. ഇതിനകത്ത് തെങ്ങും പൂക്കല അരച്ച് ചേർക്കാം, കാട്ടുചെത്തി എന്ന് പറയും, ചുവപ്പ് ചെത്തി, അത് അരച്ച് ചേർക്കാം, പിന്നെ തേങ്ങാപ്പാല് ചേർക്കാം. ഇപ്പൊ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പൊ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് കാരണം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാല് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഇരിക്കത്തില്ല. കുറച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. തേങ്ങാപ്പാൽ എപ്പോഴും ഒന്നും ചേർക്കണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പൊ എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക്, അവർക്കും കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെയാണ് ഈ വിശേഷങ്ങൾ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചെയ്ത് നോക്കണം.
അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.